നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആറാം പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേവസ്വം ബോർഡിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അറസ്റ്റിലായി 41-ാം ദിവസം പുറത്തിറങ്ങുന്ന തന്ത്രിക്ക് കോടതി കർശനമായ ഉപാധികളാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ലഭിച്ച ജാമ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. സാധാരണഗതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ 90 ദിവസത്തിന് ശേഷം ലഭിക്കുന്ന സ്വാഭാവിക ജാമ്യമല്ല ഇതെന്നും മറിച്ച് കേസിൽ തന്ത്രിക്കെതിരെയുള്ള തെളിവുകളുടെ അഭാവം കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണെന്നതും നിയമവിദഗ്ധർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള സത്യങ്ങൾ കോടതി അംഗീകരിച്ചതോടെ കേസിലെ യഥാർത്ഥ പ്രതികൾ ആരെന്ന ചോദ്യം വീണ്ടും സജീവമായിരിക്കുകയാണ്. കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് പ്രതിഭാഗത്തിന് വലിയ ആശ്വാസമായി. തന്ത്രിക്ക് ക്ഷേത്രത്തിലെ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് അധികാരമുള്ളതെന്നും സ്വർണത്തിന്റെ കൈകാര്യം ചെയ്യലോ ഭരണപരമായ തീരുമാനങ്ങളോ അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നുമുള്ള വാദം കോടതി അംഗീകരിച്ചു. പ്രഥമദൃഷ്ടിയ തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളോ തെളിവുകളോ ഹാജരാക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ തന്ത്രിയുടെ ആരോഗ്യനില കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ജാമ്യം അനുവദിച്ചെങ്കിലും കടുത്ത നിയന്ത്രണങ്ങളാണ് കോടതി തന്ത്രിക്ക് മേൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചൊവ്വയും ശനിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഒപ്പിടണം എന്നതാണ് പ്രധാന നിർദ്ദേശം. കൂടാതെ കേസ് നടക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാനോ കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ടു പോകാനോ പാടില്ല. പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യണമെന്നും വ്യവസ്ഥയുണ്ട്. അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കണക്കിലെടുത്താണ് ഇത്രയും കർശനമായ ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചത്. എന്നിരുന്നാലും 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന തന്ത്രിക്ക് ഈ ഉപാധികൾ നീതിയിലേക്കുള്ള ആദ്യപടിയായിട്ടാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും കാണുന്നത്. തന്ത്രിയുടെ ജാമ്യം ഭരണകക്ഷിയായിട്ടുള്ള CPM-നും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അറസ്റ്റിലായ ദിവസം തന്നെ താൻ നിരപരാധിയാണെന്നും തന്നെ കരുവാക്കിയതാണെന്നും തന്ത്രി വെളിപ്പെടുത്തിയിരുന്നു. ഉന്നതരായ വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് താൻ പെട്ടുപോയതെന്ന സൂചനകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്ത്രി നൽകുന്ന പുതിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ അന്വേഷണം പല ഉന്നതരിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇത് സർക്കാരിന് വലിയ തലവേദനയാകുമെന്ന് കരുതപ്പെടുന്നു. ശബരിമലയിലെ സ്വർണ്ണ മോഷ്ടാക്കൾ വലിയ ദൈവതുല്യരായിട്ടുള്ള ആളുകളാണെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പണ്ട് നടത്തിയ പരാമർശം ഇപ്പോൾ വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്. അന്ന് ആ സൂചന തന്ത്രിക്ക് നേരെയാണെന്ന് പലരും കരുതിയിരുന്നെങ്കിലും കോടതി ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചതോടെ പത്മകുമാർ ഉദ്ദേശിച്ച ആ വമ്പന്മാർ മറ്റാരോ ആണെന്ന സംശയം ബലപ്പെടുകയാണ്. തന്ത്രിക്ക് ഈ മോഷണത്തിൽ പങ്കില്ലെന്ന് കോടതിക്ക് പ്രാഥമികമായിട്ട് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ഭരണരംഗത്തെ പ്രമുഖർ ആരാണെന്ന അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. തന്ത്രി പുറത്തിറങ്ങുന്നതോടെ സ്വർണ്ണക്കൊള്ളയിലെ പല നിഗൂഢ സത്യങ്ങളും പുറത്തു വരുമെന്നാണ് പൊതുജനം പ്രതീക്ഷിക്കുന്നത്. അന്വേഷണ സംഘം തന്ത്രിയെ ഒരു വലിയ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും കോടതിയിൽ അത് പരാജയപ്പെടുകയായിരുന്നു. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് കേസിലെ ബലമില്ലായ്മയാണ് വ്യക്തമാക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നതോടെ ഈ കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് തന്ത്രിയുടെ ജാമ്യം നൽകുന്നത്. തന്ത്രിയുടെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചവർ കുടുങ്ങുമെന്നും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേസിൽ വലിയ അറസ്റ്റുകൾ നടക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. മന്ത്രിയും തന്ത്രിയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ സത്യം ആരുടെ പക്ഷത്താണ് എന്നത് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും തെളിയിക്കുന്നതാണ്.